നിങ്ങളുടെ നാട്ടുകാരെ വേദനയും ഇത് പാടുകയാണ്. ആശമാരെത്ര കാലമായി പട്ടിണിയുണ്ട് പൊരുതിടുന്നു. ആശമാരെത്ര കാലമായി പട്ടിണിയുണ്ട് പൊരുതിടുന്നു. ദുഃഖദുരിതങ്ങൾ എത്രയുണ്ട് കഷ്ടപ്പെടുന്നവരെന്നാണ്. അടിമപ്പണിക്കിന് ഇല്ലെന്ന് ചൊല്ലുന്ന ആശമാരെല്ലാരും ഒന്നാണ്. മത്തളം ചെങ്ങിലെ കൊങ്ങും കുഴലുമായി കൊട്ടിപ്പാടന്റെ പെണ്ണാളെ. മത്തളം ചേനിലെ കൊങ്ങും കുഴലുമായി കൊട്ടിപ്പാടന്റെ പെണ്ണാളെ. പണിയാളത്തലവെച്ച് പൊരുതുന്ന കാഴ്ച കണ്ടായത്തിൽ പിള്ളേർ പെണ്ണാളെ. പണിയാളത്തലവെച്ച് പൊരുതുന്ന കാഴ്ച കണ്ടായത്തിൽ പിള്ളേർ പെണ്ണാളെ. പണി ചെയ്യുന്നതിന് നീടയുണ്ടോ? ഈ കടും കാലത്ത് ജീവിച്ചു പോകുവാൻ തുച്ഛവേദന മതിയെന്നുണ്ടോ? ഓരെന്ന് തോന്നിയ പോരാളി പെണ്ണുങ്ങൾ മാനികളാണെന്റെ പെണ്ണാളെ. ഓരെന്ന് തോന്നിയ പോരാളി പെണ്ണുങ്ങൾ മാനികളാണെന്റെ പെണ്ണാളെ. ദുഃഖദുരിതങ്ങൾ എത്രയുണ്ട് കഷ്ടപ്പെടുന്നവരെന്നാണ്. അടിമപ്പണിക്കിന് ഇല്ലെന്ന് ചൊല്ലുന്ന ആശമാരെല്ലാരും ഒന്നാണ്. മത്തളം ചെന്നിലെ കൊന്നും കുഴലുമായി കൊട്ടിപ്പാടന്റെ പെണ്ണാളെ. മത്തളം ചേനിലെ കൊന്നും കുഴലുമായി കൊട്ടിപ്പാടന്റെ പെണ്ണാളെ. പണിയാളത്തലവെച്ച് പൊരുതുന്ന കാഴ്ച കണ്ടായത്തിൽ പിള്ളേർ പെണ്ണാളെ. പണിയാളത്തലവെച്ച് പൊരുതുന്ന കാഴ്ച കണ്ടായത്തിൽ പിള്ളേർ പെണ്ണാളെ. മാന്യമഹാജനങ്ങളെ, കോവിഡ് മഹാമാരി പടർന്നു പിടിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ 2020 മാർച്ച് മാസം 1-ാം തീയതി മുതൽ 2 ആഴ്ചത്തേക്ക് രാജ്യവ്യാപകമായി ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിരിക്കുന്നു. കോവിഡ് മഹാമാരിയുടെ വ്യാപനം തടയുവാൻ ആരും വാസസ്ഥലങ്ങളിൽ നിന്നും പുറത്തിറങ്ങരുതെന്ന് ബഹുമാനപ്പെട്ട കളക്ടർ ഉത്തരവിട്ടിരിക്കുന്നു. ഉത്തരവ് ലംഘിക്കുന്നത് കുറ്റകരവും ശിക്ഷാർഹവുമാണ്. മാന്യമഹാജനങ്ങളെ, കോവിഡ് മഹാമാരി പടർന്നു പിടിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ 2020 മാർച്ച് മാസം 1-ാം തീയതി മുതൽ 2 ആഴ്ചത്തേക്ക് രാജ്യവ്യാപകമായി ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിരിക്കുന്നു. കോവിഡ് മഹാമാരിയുടെ വ്യാപനം തടയുവാൻ ആരും വാസസ്ഥലങ്ങളിൽ നിന്നും പുറത്തിറങ്ങരുതെന്ന് ബഹുമാനപ്പെട്ട കളക്ടർ ഉത്തരവിട്ടിരിക്കുന്നു. ഉത്തരവ് ലംഘിക്കുന്നത് കുറ്റകരവും ശിക്ഷാർഹവുമാണ്. എടി, നമ്മളതാ പ്രസിഡന്റിനോട് പറഞ്ഞതല്ലേ, PPE കിറ്റൊന്നും ഇല്ല, അഡ്ജസ്റ്റ് ചെയ്യാൻ അങ്ങേര് പറയുന്നേ. നമ്മുടെ നാട്ടുകാരെ കൈവിടാൻ നമുക്ക് പറ്റത്തില്ലല്ലോ. നീ എന്തായാലും PHC-ലോട്ട് വാ. ഞാൻ ഇറങ്ങുവാ. ഇറങ്ങുവാണേ. എന്റെ മനോജേട്ടാ, ആ മാസ്ക് കഴുത്തിലിടാനുള്ളതല്ല. ദേ, കോവിഡ് എങ്ങാനും വന്ന ഡയാലിസിസ് എല്ലാം പ്രശ്നമാവേ. ഇങ്ങനെ എന്തിനാ ശോഭന ജീവിച്ചിരിക്കുന്നത്? ചികിത്സാ സഹായത്തിന് നാട് മുഴുവൻ ഫ്ലെക്സും വെച്ച് മരുന്നും തീർന്നിരിക്കുക. ജീവിച്ചിരിക്കണ എന്നും ആരോടെങ്കിലും തെണ്ടണം. എനിക്കിനി വയ്യ. ഇങ്ങനെയൊന്നും പറയില്ല മനോജേട്ടാ. ഞാൻ പോയിട്ട് വരുമ്പോ എങ്ങനെയും മരുന്ന് വാങ്ങിക്കാം. എന്റെ സങ്കടം അതല്ല ശോഭനെ. കോവിഡ് ഇങ്ങനെ പിടിവിട്ട് നിൽക്കുമ്പോ നീ ഇങ്ങനെ പണിക്ക് പോകുന്നതാ. ഇപ്പോഴല്ലേ ഏട്ടാ ഒരു ആശാവർക്കറെ കൊണ്ട്
നാട്ടുകാർക്ക് ആവശ്യമുള്ളത്? പ്രായം ചെന്നവരും ആരുമില്ലാത്തവരും ഒക്കെ കഷ്ടപ്പെടുക. സ്വന്തക്കാര് പോലും എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുക. ഏട്ടൻ സമാധാനത്തോടെ ഇരിക്കെ. നമ്മുടെ കഷ്ടപ്പാടെല്ലാം ഈശ്വരൻ കാണുന്നുണ്ടെന്നേ. നീ എന്തോരം കഴിച്ചേച്ചു പോവോ? വേണ്ട, സമയം പോയെന്നേ. പിന്നെ പിള്ളേർക്ക് കൊടുക്കാനുള്ള ചോറ് ഞാൻ ചോറ്റുപാത്രത്തിലാക്കി വെച്ചിട്ടുണ്ടേ. കൊടുത്തുവിടാൻ മറക്കല്ലേട്ടോ. ഈ വെള്ളമെങ്കിലും നീ കൊണ്ടുപോ. ആകാശവാണി വാർത്തകൾ വായിക്കുന്നത് ശരണ്യരാജ്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ആശാവർക്കർ ശോഭനാകുമാരി കോവിഡ് മൂലം മരിച്ചു. കോവിഡ് ബാധിതരായ ആളുകളെ പരിചരിക്കുന്നതിനിടയിലാണ് ശോഭനാകുമാരിക്ക് കോവിഡ് ബാധിക്കുന്നത്. നിന്നോട് ഞാൻ പോകണ്ടെന്ന് പറഞ്ഞതല്ലേ? വെളിച്ചമേകുമൊരു നിസ്വജീവൻ നിഴിയടങ്ങി ജഡമായി വരും. കരയുന്നതിലെന്തു കാര്യം, ഇത് തുടരുവതു കണ്ടെങ്കിൽ തൊഴിലാളിനെല്ലാ മനുഷ്യനും വയറിൽ മഞ്ചാളിട്ടിരുന്ന ദീപം തെളിക്കുമീ ജീവിതം പേരിലേ കഴിയുന്നത് കഷ്ടം. ഓണറേറിയം കിട്ടിയോ? എന്ത് ചെയ്യാനാ ത്രേസ്യേ? എന്റെ 1400 രൂപ പിടിച്ച് ബാക്കി 5600 കിട്ടുകയുള്ളൂ. അവലോകന മീറ്റിംഗ് നടക്കാതിരുന്നത് അങ്ങേര് ആ പഞ്ചായത്ത് പ്രസിഡന്റ് വരാതിരുന്നതുകൊണ്ടല്ലേ? ആ ഒന്നും അങ്ങേരുടെ വില കയറത്തില്ലെന്നേ. 4 മാസം കൂടി 1 മാസത്തെ കാശ് കിട്ടിയത്. നാടകയും ബ്ലേഡ് പലിശയും എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയാൻ മേല. നാടുപോലെ പണിയെടുത്താലും കൂലിയില്ല, ആട്ടും തുപ്പും. ദുഷ്ടന്മാര് ഒരു പടവട്ട്. അതേ വെറുതെ ലാത്തിയടികളല്ലേ പരിപാടി. നാളെ പോളിയോ ദിനമല്ലേ സാറേ? 4 ദിവസമായിട്ട് ഫീൽഡില. അതിനിടയ്ക്കാണ് ശൈലിയുടെ വർക്കും. മല പറിക്കുന്ന പണിയൊന്നും ഇല്ലല്ലോ, വെറുതെ റിപ്പോർട്ട് എഴുതിയാ പോരെ.
എന്തിനാ അജയൻ സാറേ ഇങ്ങനെയൊക്കെ പറയുന്നത്? സാറിന്റെ പഞ്ചായത്ത് ആരോഗ്യത്തിന് പല അവാർഡും വാങ്ങിയത് ഞങ്ങളും കൂടെ കഷ്ടപ്പെട്ടിട്ടല്ലേ? ഗതികേട് കൊണ്ടാണ് ഞങ്ങൾ പണിക്ക് വരുന്നത്. എന്തിനാ ഇത്ര ഗതികേട്? നിങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് വേറെ പണിക്ക് വെക്കൂടെ? സാറേ, വീട്ടിലെ പണിയും കഴിഞ്ഞ് രാവിലെ 8 മണിക്ക് ഇവിടെ എത്തുന്നതാ. പോളിയോയും ഭവന സന്ദർശനവും രോഗീപരിചരണവും ഒക്കെ ഞങ്ങളല്ലേ ചെയ്യുന്നത്. അശ്വമേധവും ശൈലി സർവേയും ഒക്കെ കഴിഞ്ഞ് രാത്രി ഒരു സമയത്താണ് വീട്ടിലെത്തുന്നത്. പിന്നെ റിപ്പോർട്ട് അയച്ചു കഴിയുമ്പോൾ മണി 11 ആകും. പിന്നെ എപ്പോഴാ സാറേ വേറെ പണിക്ക് പോകുന്നത്? പറ്റത്തില്ലേ, കളഞ്ഞിട്ടിപ്പോ 24 മണിക്കൂർ പണിയെടുത്താലും ഒരു നല്ല വാക്ക് പോലും കിട്ടില്ല. ഒരു എഴുതിക്കോ. ആശാമാർ കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാത്തത് എന്തുകൊണ്ട്? അടുത്തത്, ഇൻസെന്റീവ് കൂട്ടാൻ പറയാത്തത് എന്തുകൊണ്ട്? ആശാ സമരത്തിന് പിന്നിൽ മഴവിൽ സഖ്യം. ആശാ സമരം സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ഗൂഢാലോചന. ഇതുപോലെ ഞാൻ തരുന്ന കണ്ടന്റ് നീ ഉണ്ടാക്കിയാൽ മതി, അല്ലാതെ വലിയ ഹരിശ്ചന്ദ്രൻ കളിക്കാനൊന്നും വരണ്ട കേട്ടോ. ആ സാറേ, ആശാ സമരത്തിന് പിന്നിൽ അൽക്കൊയ്ത എന്ന് തട്ടിയാലോ? നല്ല പഞ്ചുണ്ട്. അൽക്കൊയ്തോ ബില്ലാതനോ എന്ത് വേണോ പറഞ്ഞോ, ഒറ്റ കാര്യമുള്ളൂ, സമരം പൊളിക്കണം. സാറേ, 300-400 പേര് സമരത്തിനുള്ളൂ എന്നല്ലേ കപ്പിത്താൻ പറഞ്ഞത്? പിന്നെ എന്തിനാ പാർട്ടി ഇത്രയും പേടിക്കുന്നത്? ഗിരീഷേ, ഞാൻ ഈ പറയുന്നത് പരമ രഹസ്യമായിരിക്കണം. സുഗുണേട്ട, പാർട്ടി രഹസ്യങ്ങൾ ഒരു ഈച്ച പോലും അറിയാതെ സൂക്ഷിക്കാൻ ഈ ഗിരീഷ് ചെമ്പാരകം എന്നെന്നും പ്രതിജ്ഞാബദ്ധനാണ് സുഗുണേട്ട. സഖാവ് ഗിരീഷ് ചെമ്പാരകനെ, തിരുവനന്തപുരത്ത് എന്താണ് നടക്കുന്നതെന്നറിയാൻ നമ്മുടെ 2 വനിതാ സഖാക്കളെ ഞാൻ രഹസ്യമായി അവിടേക്ക് അയച്ചിരുന്നു. അവർ റിപ്പോർട്ട് ചെയ്തത് ഇതിനോടകം 12,000 ആശമാര് സെക്രട്ടേറിയറ്റിലെ സമരത്തിനെത്തിയെന്ന. അപ്പൊ സീനാണല്ലോ സുഗുണേട്ട. പോയവരൊക്കെ നമ്മുടെ യൂണിയനുള്ളവരായിരിക്കും അല്ലേ? പിന്നെ സുഗുണേട്ട, നമ്മുടെ ഗീതയില്ലേ, അവള് തിരുവനന്തപുരത്ത് സമരത്തിന് പോകുന്നു. അതെങ്ങനെ ശരിയാവുന്നേ? അവള് നമ്മുടെ LC മെമ്പറല്ലേ, പാർട്ടി കുടുംബല്ലേ? അതൊന്നും എനിക്കറിയത്തില്ല. ഇപ്പൊ പോയി എന്തേലും ചെയ്താ പാർട്ടിക്ക് കൊള്ളാം. നമ്മുടെ മുട്ടക്കോഴിയും വാങ്ങി നോക്കിയിട്ട് അതൊന്ന് കാണണല്ലോ. സമരയാത്രയ്ക്ക് നല്ലൊരു സ്വീകരണം കൊടുക്കണം. നമ്മുടെ നാട്ടിലെ പരിപാടി ഒരു മഹായോഗമാക്കി മാറ്റണം. കേക്കട ഗിരീഷ്, സർക്കാരിന്റെ 4ാം വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ട മഹായോഗത്തിന്റെ സ്വീകരണത്തെ പറ്റിയാ നമ്മുടെ ഗീത ആലോചിക്കുന്നത്. നിന്റെ വാക്കും കേട്ട് ഒരു നിമിഷത്തേക്കെങ്കിലും ഞാനവിടെ സംശയിച്ചു പോയല്ലോ. സോണേട്ട, അങ്ങനെ തന്നെയാണോ ഗീതച്ചി പറഞ്ഞത്? എവിടെയോ എന്തോ നീ കൂടുതലൊന്നും പറയണ്ട ഗിരീഷേ. ഞങ്ങളെ തമ്മിൽ തെറ്റിച്ചിട്ട് നിനക്ക് എന്ത് കിട്ടാനാടാ? ഗീത എന്ത് കുട്ടിയാടാ? ഗീത മോളെ, മോളെ ഗീത, പൊന്നോളെ. നിങ്ങൾ സ്വീകരണത്തിനുള്ള മീറ്റിംഗ് കൂടുവാണെന്ന് ഗിരീഷ പറഞ്ഞത്. എന്നാലൊന്ന് കയറി വെച്ച് പോയാന്ന് കരുതി. സുഗുണേട്ടാ, നിങ്ങൾ വരുമെന്ന് അറിയില്ലായിരുന്നു. നിങ്ങൾ ഓട്ടോറിക്ഷക്കാരും നിർമ്മാണക്കാരും ഹെഡ്ലോഡ് തൊഴിലാളികളും എല്ലാരും കൂടി നല്ലൊരു കാര്യം ചെയ്യുമ്പോ ഞാനും ഉണ്ടാവണ്ടേ? ഇത് മീറ്റിംഗ് നടക്കട്ടെ. സുഗുണേട്ടൻ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി സമരത്തെ പിന്തുണയ്ക്കാൻ എത്തിയത് വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. സമരം? ഏത് സമരം? പറ്റത്തില്ല ഗീതെ. ആശാ സ്കീം കേന്ദ്രത്തിന്റെ അവര് ഡൽഹി പോയല്ലോ സമരം ചെയ്യേണ്ടത്. ഇത് നമ്മളെ സർക്കാരിനെ അട്ടിമറിക്കാൻ 19 പേരെ ഇറങ്ങിയിരിക്കുന്നു. കേന്ദ്ര സ്കീം തന്നെ ഒരു തർക്കവുമില്ല. പക്ഷെ ഞങ്ങൾ ആശമാർ ആർക്ക് വേണ്ടിയാ പണിയെടുക്കുന്നത്? കേരളത്തിലെ 3.5 കോടി ജനങ്ങൾക്ക് വേണ്ടിയാ. കോവിഡിന്റെയും നിപ്പയുടെയും പ്രളയത്തിന്റെയും സമയത്ത് സർക്കാരിന് ഞങ്ങളുടെ ആവശ്യം ഉണ്ടായിരുന്നല്ലോ. ആശമാർക്ക് കേരളത്തിലല്ല ഏറ്റവും കൂടുതൽ ഓണറേറിയം കിട്ടുന്നത്. 7,000 രൂപ നമ്മുടെ സർക്കാരല്ലേ നൽകുന്നത്. ഗിരീഷേ,
ഒരു നുണ 1000 പ്രാവശ്യം ആവർത്തിച്ചാൽ ഒന്നും സത്യമാവില്ല. പോണ്ടിച്ചേരിയില് 11,000 രൂപ ആശമാർക്ക് ഓണറേറിയം ഉണ്ട്. സിക്കിമിൽ 10,000 രൂപയും. പിന്നെ മറ്റു സംസ്ഥാനത്തെ ജീവിത ചെലവും നിലവാരവുമാണോ കേരളത്തില്? മാത്രമല്ല പശ്ചിമ ബംഗാളിൽ 5 ലക്ഷം രൂപ വിരമിക്കലാനുകൂല്യമുണ്ട്. ആന്ധ്രയിൽ 1.5 ലക്ഷവും. ഇവിടെ കേരളത്തിൽ 1 രൂപയുണ്ട്. ഒരാഴ്ച മുഴുവൻ പണിയെടുത്തിട്ട് വെറുതെ പറഞ്ഞുവിടുകയാണ് വേണ്ടത്. നിങ്ങൾ എന്താ കേന്ദ്രത്തോട് സമരം ചെയ്യാത്തത്? ആശാര തൊഴിലാളികളെ അംഗീകരിക്കേണ്ടത് കേന്ദ്ര സർക്കാരല്ലേ? തൊഴിലാളികളായി അംഗീകരിക്കുന്നത് വരെ ഞങ്ങൾ പട്ടിണി കിടക്കണോ? പല പ്രാവശ്യം ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഞങ്ങൾ പാർലമെന്റിലേക്ക് മാർച്ച് നടത്തിയിട്ടുണ്ട്. ഓണറേറിയം വർദ്ധിപ്പിക്കേണ്ടുന്നത് സംസ്ഥാന സർക്കാർ തന്നെയാണ്. അതാദ്യം ചെയ്യ്, എന്നിട്ടാവാം. പൊന്നുമോളെ, സർക്കാർ വല്ലാത്ത സാമ്പത്തിക ഞെരുക്കത്തിലാണ്. എന്നിട്ടാണോ PSC മെമ്പർമാരുടെ ശമ്പളം 1.5 ലക്ഷം രൂപയോളം കൂട്ടിയത്? KV തോമസിന്റെ യാത്രാപത്ത വർദ്ധിപ്പിച്ചത്? മാത്രമോ മന്ത്രിമാരുടെ വാഹനം മാറ്റി വാങ്ങാൻ 100 കോടി അനുവദിച്ചത്? സ്വിമ്മിംഗ് പൂളിൽ ലക്ഷങ്ങൾ. സർക്കാരിന്റെ 4ാം വാർഷികത്തിന് കോടാനുകോടിയല്ലേ ചെലവ്? പാവപ്പെട്ടവൻ കൂലി ചോദിച്ചാൽ, ക്ഷേമ പെൻഷൻ ചോദിച്ചാൽ സാമ്പത്തിക ഞെരുക്കം. അതൊന്നും എനിക്കറിഞ്ഞൂടാ. എന്തായാലും ആശാമാരുടെ സമരയാത്രക്ക് ഇവിടെ സ്വീകരണം നൽകാൻ പറ്റത്തില്ല. പട്ടിണി കിടക്കാതെ ജീവിക്കുവാൻ ആശാ വർക്കേഴ്സ് നടത്തുന്ന ധർമ്മ സമരത്തെ പിന്തുണയ്ക്കുക. MA ബിന്ദു നയിക്കുന്ന ആശമാരുടെ രാപ്പകൽ സമരയാത്ര ഏതാനും നിമിഷങ്ങൾക്കകം കോട്ട മൈതാനിയിൽ എത്തിച്ചേരുന്നു. ഇത് മുട്ടക്കോഴി. റഹിനെ, പാർട്ടിയെ പിണക്കിയാലുണ്ടല്ലോ സ്റ്റാൻഡിൽ നിന്ന് പുറത്താക്കും. ആശമാരുടെ സമരം പാവപ്പെട്ട എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ളതാ ഗിരീഷേ. ഞങ്ങൾ ഓട്ടക്കാരൊക്കെ ആശമാരുടെ കൂടെയാ. ഞങ്ങൾ തൊഴിലാളികളൊക്കെ ഈ സമരത്തിന്റെ കൂടെയാ. പണിയെടുക്കുന്നവന് ആത്മാഭിമാനം ഉണ്ടെന്ന് കാണിച്ചു തന്ന സമരമാണ് ഈ സമരം. വിജയിക്കേണ്ടത് ചൂഷണം അനുഭവിക്കുന്ന, അടിച്ചമർത്തപ്പെടുന്ന ഏതൊരാളുടെയും ആവശ്യമാണ്. ഇത് വിജയിക്കുക തന്നെ ചെയ്യും. ഇത് പോകല്ലേ, ലൈഫിലെ വീട്, കക്കൂസ്, സഹകരണ ബാങ്കിലും മോന് ജോലി ഒക്കെ തരാം. പോകല്ലേ എന്റെ പൊന്നുപോലെ പോകല്ലേ, പോലെ വഴി മാറി. കൂട്ടണം, ചൂഷണം നിർത്തണം, ഓരടിച്ചു നേടുവാനുറച്ചു നീങ്ങണം. കൂട്ടണം, ചൂഷണം നിർത്തണം, ഓരടിച്ചു നേടുവാനുറച്ചു നീങ്ങണം. ആശമാല ശക്തരല്ല അഗ്നവേല ചെയ്യുന്നില്ല. ആശമാല ശക്തരല്ല അഗ്നവേല ചെയ്യുന്നില്ല. മരണമാരികൾ പടർന്ന നാളിലൊക്കെ ആർദ്രമായി ജീവനെ മറന്നു ഞങ്ങൾ സേവനങ്ങൾ ചെയ്തത്. മരണമാരികൾ പടർന്ന നാളിലൊക്കെ ആർദ്രമായി ജീവനെ മറന്നു ഞങ്ങൾ